നമ്മുടെ ഇന്നത്തെ സ്പീച്ച് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിലെ സ്റ്റുഡന്റ് ആയിഷ സത്താറാണ്. നമ്മൾ ആയിഷയെ പ്രസംഗത്തിനായിട്ട് മിഷ്കാത്ത് ഗ്രൂപ്പിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ, വെൽക്കം. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. رب زدنا علما نافعا رب زدنا علما نافعا رب زدنا علما نافعا. السلام عليكم ورحمة الله وبركاته. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരിമാരെ, ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഔലിയാക്കളും പിശാചിന്റെ ഔലിയാക്കളും ഇവരുടെ സ്വഭാവം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ചിലത് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ നിസായിലെ 38-39 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, പിശാച് എത്ര മോശം കൂട്ടുകാരനാണ്, വളരെ മോശം കൂട്ടുകാരനാണ്. ഈ ശൈത്താൻ കൂട്ടുകൂടുന്നത് ഇഖ്ലാസ് ഇല്ലാത്തവരുടെ കൂടെയാണ്. അതാണ് ആ ആയത്തിന്റെ മാന. ആരിലാണോ ലോകമാനുള്ളത്, അല്ലെ, പരലോക ബോധമില്ലാതെ ജനങ്ങളെ കാണിക്കുക, ദുനിയാവിന്റെ നേട്ടങ്ങൾ ഉദ്ദേശിക്കുക, അള്ളാഹുവിനെയോ പരലോകത്തെയോ ഉദ്ദേശിക്കാതിരിക്കുക, അങ്ങനെയുള്ളവരുടെ കൂടെയായിരിക്കും പിശാച്. അതുകൊണ്ടാണ് അവിടെ റിയാദിനെ കുറിച്ച് പറഞ്ഞിട്ട് പിശാച് ആരുടെ കൂടെയാണ് അവർ എത്ര മോശം കൂട്ടുകാരൻ, പിശാച് എത്ര മോശം കൂട്ടുകാരനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം. ഇത് പിശാച് ആദം അലൈഹി സ്വലാത്തു വസ്സലാം വെച്ച് ആകാശ ലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രഖ്യാപിച്ച കാര്യമാണ്. നമുക്കറിയാം, ഞാൻ അങ്ങനെ ആയിരിക്കുമെന്ന് പിശാച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റയിൽ 39 മുതലുള്ള ആയത്തുകളിൽ അത് കാണാം. അവിടെ നിന്റെ അടിമകളിൽ ഇഖ്ലാസ് ഉള്ളവരെ ഞാൻ വഴിതെറ്റിക്കൂലെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇഖ്ലാസ് ഇല്ലാത്ത എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും ഇബ്ലീസ് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ റദ്ദ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അത് ശരിയാണെന്ന് അവിടെ സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് തന്നെയാകുന്നു എന്റെ നേരായ മാർഗം എന്ന് പറഞ്ഞാല് മനുഷ്യരിൽ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിശ്ചയം അവിടെ ഇന്ന ഇബാദി എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ ഇന്ന ഇബാദി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇബ്ലീസ് പറഞ്ഞ നിന്നിൽ നിന്നുള്ള ഇഖ്ലാസ് ഉള്ള അടിമകൾ നിന്നൊഴികെ. അപ്പോൾ എന്റെ അടിമകൾ എന്ന സ്നേഹത്തോടെ വിളിച്ചത് അവിടെ എല്ലാവരെയാണോ? അല്ല അല്ലെ. ഈ ആയത്തിൽ ഇഖ്ലാസ് ഉള്ളവരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. തീർച്ചയായും എന്റെ അടിമകള്, അവരുടെ മേൽ നിനക്ക് ഒരു സുൽത്താൻ ഉണ്ടാവില്ല. എന്നാൽ നീ നേരത്തെ പറഞ്ഞ ആള്, നിന്നെ പിന്തുടർന്ന, നിന്റെ വഴി സ്വീകരിച്ച, പിശാചിന്റെ വഴി സ്വീകരിക്കുന്ന തോന്നിവാസികളായ ആളുകൾ, അവരുടെ മേലാണ് നിന്റെ സുൽത്താൻ ഉണ്ടാവുക. ഇഖ്ലാസ് ഉള്ള എന്റെ അടിമകൾ നിനക്ക് വഴിതെറ്റിക്കാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് എന്താ പറയുക, നിന്നെ പിൻപറ്റിയ ആളുകളുടെ വാസസ്ഥലം നരകമായിരിക്കും. എന്നാൽ തഖ്വയോട് കൂടി ജീവിച്ച ആളുകൾക്ക് അവർക്ക് സ്വർഗ പൂന്തോപ്പിലും അരുവുകളിലുമായിരിക്കും അള്ളാഹു അവരോട് പറയുകയാണ്, നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി നിർഭരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്ലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഇഖ്ലാസ് ഇല്ലാത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാകുന്നുള്ളത്. അവരെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കും. എന്നാൽ ഇഖ്ലാസ് ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളെ വഴിതെറ്റിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇബ്ലീസിന്റെ ആകാതിരിക്കാനും അള്ളാഹുവിന്റെ അവ്യാഖിൽ ഉൾപ്പെടാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഇഖ്ലാസിനെ സംബന്ധിച്ചോളം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അള്ളാഹുവിനെയാണോ ഭയപ്പെടുന്നത്, പരലോകത്തെയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രതിഫലമാണോ ആഗ്രഹിക്കുന്നത്? ആ നിലക്ക് നിരന്തരമായി ഹൃദയത്തെ പരിശോധിച്ച് മുഖ്ലിസീകളിൽ ഉൾപ്പെടുവാനാണ് ഞാൻ എന്ന് ഉറപ്പുവരുത്തലാണ് പ്രാധാന്യം, അല്ലെ.
യൂസുഫ് അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാല്ലേ. അവിടെ ഒരു തെറ്റ് ചെയ്യാനുള്ള ഇത് വന്നപ്പോ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയാണ്. ആത്മാർത്ഥമായി ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു സഹായിക്കും. എന്നാൽ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യുകയാണെങ്കിലോ അത്ര ആളുകൾക്ക് ഹറാമിലുള്ള വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമലുകളെ നന്നാക്കി തീർക്കാനാണ്. നമ്മുടെ അമലുകൾ ഇഖ്ലാസോട് കൂടി ഉള്ളതാക്കി തീർക്കാനാണ് അല്ലെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് റിയാ, ജനങ്ങളെ കാണിക്കുക, മറ്റുള്ളവർ എന്റെ കീർത്തി പറയുക, ദുനിയാവിൽ നിന്നും വല്ലതും നേടിയെടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. നമുക്കറിയാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീൽ കൊടുക്കുന്ന ഒന്നാമത്തെ ഹദീസ് ഉമർ ഇബ്നു ഖത്താബിൽ നിന്നുള്ള ഹദീസാണ് അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ അല്ലേ. ധാരാളം കേട്ട ഹദീസാണ്. എല്ലാ അമലുകളും അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അമലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊരു അമലും അള്ളാഹു അതിനെ അമലാക്കി പരിഗണിക്കുന്നത് ആ വ്യക്തിയുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വ്യക്തിയുടെ നിയ്യത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ അമൽ അയാൾ ചെയ്തത് അത് നോക്കിയിട്ടാണ് ആ അമൽ അള്ളാഹു പരിഗണിക്കുന്നത്. അപ്പോൾ അള്ളാഹു നമസ്കാരത്തിലേക്ക് നോക്കും, അതിന്റെ ഫായിലേക്കും നോക്കും. രണ്ടാളും നമസ്കരിക്കുന്നു. അതിൽ ഒരാൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചാണ്. രണ്ടാമത്തെ ആൾ നിൽക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. രണ്ടാളുടെ നമസ്കാരത്തിലേക്ക് അള്ളാഹു നോക്കും. രണ്ട് നമസ്കാരമാണല്ലേ, അമലാണ്. പിന്നീട് അതിന്റെ ഫായിലുകളിലേക്ക് നോക്കും. ഇത് ചെയ്ത ആളുകളുടെ മനസ്സിൽ എന്താ ഉള്ളത്. അപ്പോൾ ഒരാൾ റിയാന് വേണ്ടി ചെയ്തതാണെങ്കിൽ ആ അമല് മർദൂദ്, തള്ളപ്പെടും. എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ തള്ളപ്പെടും. രണ്ടാമത്തെ ആളിലേക്ക് നോക്കും. നല്ല നിയത്തിലാണ് ചെയ്തത്, മഖ്ബൂൽ, അത് സ്വീകരിക്കപ്പെടും. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, അത് ചെയ്ത ആളിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ആദ്യം പറഞ്ഞത് അമലിനെ കുറിച്ചാണ്, രണ്ടാമത് പറഞ്ഞത് ചെയ്ത ആളിനെ കുറിച്ചാണ്. ഓരോ മനുഷ്യന് താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടും. ഒരു അമല് ചെയ്യുമ്പോൾ അയാൾ എന്താണോ നിയ്യത്താക്കിയത് ആ നിയ്യത്തിനനുസരിച്ച് അയാൾ ഉദ്ദേശിച്ചത് അള്ളാഹു അയാൾക്ക് നൽകും. അപ്പോൾ ഒരാളെ കാണിച്ചിട്ട് വല്ലതും കിട്ടാനാണെങ്കിൽ അത് അയാൾ കാണിക്കാൻ ഉദ്ദേശിച്ച ആൾ കാണുകയും ചെയ്യും, അയാൾക്ക് അത് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. എന്നാൽ പരലോകത്തൊന്നും കിട്ടൂല. അള്ളാഹുവിനെ കാണിക്കുക എന്നുള്ളതോ പരലോകത്തെ പ്രതിഫലം കിട്ടുക എന്നുള്ളതോ ആ വ്യക്തി ആഗ്രഹിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുഴുവൻ മതവും ഈ ഹദീസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇസ്ലാം എന്ന മതം ഈ ഹദീസുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നു. കാരണം നിയ്യത്ത്, ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ ഈ മതത്തിന് ഒരു പ്രസക്തിയില്ല. അള്ളാഹുവിനാകുന്നു ഖാലിസായ ദീനിന്റെ കൂടെ ഇഖ്ലാസ് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് അറിവിന്റെ 1/3 ഈ ഹദീസാണെന്നാണ്. വിജ്ഞാനത്തെ മൊത്തമായി എടുത്താൽ ഇസ്ലാമിലെ അഖീദയും ഫിഖ്ഹും എല്ലാം മൊത്തമായി എടുത്താൽ അതിന്റെ 1/3 ഈ ഹദീസ് ഉൾക്കൊള്ളുന്നു എന്നാണ്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഫിഖിന്റെ 70 ബാബുകളിൽ ഈ ഹദീസ് ഫിറ്റാണെന്നാണ് പറയുന്നത്. അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനം 3 ഹദീസുകളിലാണ്. അതിലൊന്ന് ഉമറിന്റെ ഈ ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏതമലും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നിയ്യത്തിലേക്ക് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് വേണം. എല്ലാ ചെറുതും വലുതുമായ അമലുകളിലേക്കും നമ്മുടെ ദൃഷ്ടി ഇങ്ങനെ പായിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ എന്തടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പിശാചിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പിശാച് മനുഷ്യന്റെ ശത്രുവാകുന്നല്ലേ. സൂറത്തുൽ ആൽ ഇംറാനിലെ 152 ആയത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങളിൽ ചിലരുണ്ട് അവരുടെ ഇറാദത്ത് ദുനിയാവാണ്, ഈ ലോകമാണ്.
എന്നാൽ നിങ്ങൾ ചിലരുണ്ട്, അവർ പരലോകമാണ് അവരുടെ ഇറാത്ത്, പരലോകമാണ് ഉദ്ദേശം, മറ്റൊന്നും അവരുടെ ഉദ്ദേശമില്ല. അള്ളാഹു വേർതിരിക്കുകയാണ് മനുഷ്യരിൽ രണ്ട് വിഭാഗത്തെ. സൂറത്ത് അൻഫാൽ 67 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ദുനിയാവിലെ നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടേയില്ല, അള്ളാഹു പരലോകമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദുനിയാവിലെ നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ദുനിയാവിനെ നിങ്ങൾക്ക് അള്ളാഹു ദുനിയാവിനെ നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടേയില്ല, അള്ളാഹു പരലോകമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൽ പറയുന്നത്, ഈ ദുനിയാവിന് എന്തെങ്കിലും ഒരു മൂല്യം അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ, അതൊരു കൊതുകിനോളമാണെങ്കിലും അള്ളാഹു ആ മൂല്യം കൽപ്പിച്ചിരുന്നെങ്കിൽ സത്യനിഷേധികൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും അള്ളാഹു ഇവിടെ കൊടുക്കുമായിരുന്നില്ല. ഈ ദുനിയാവിന് ഏതെങ്കിലും ഹയർ ഉണ്ടായിരുന്നെങ്കിൽ നിഷേധികൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടായിരുന്നില്ല. ഈ ദുനിയാവിലെ ജീവിതം റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഒന്നല്ല, മറിച്ച് പരലോകമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് അറ്റമില്ലാത്തതാണ്. വീണ്ടും അള്ളാഹു സൂറത്ത് ശൂറയിൽ ഇത് പറയുന്നുണ്ട്, ആരാണോ പരലോകത്തിലെ കൃഷി ഉദ്ദേശിക്കുന്നത്, പരലോകത്താണ് അവർ വിളവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെയല്ല. വിളവ് കൊയ്തെടുക്കണം അങ്ങനെ ഉദ്ദേശിച്ചാൽ ആ വിളവിൽ അള്ളാഹു എമ്പാടും വർധനവ് നൽകും. എന്നാൽ ദുനിയാവിലെ വിഭവമാണ്, ഇവിടെ തന്നെ കൊയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് കൊടുക്കും, തടയൂല. ഒരാളുടെ നിയ്യത്ത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തടയൂല. ദുനിയാവ് ഉദ്ദേശിച്ചാൽ ദുനിയാവ് അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, പരലോകത്ത് ഒരു ഓഹരി അവർക്കുണ്ടാവില്ല. നസീബ് എന്നാണ് പറയുന്നത്, എന്നുവെച്ചാൽ എന്തെങ്കിലും ഒന്ന് ഇല്ല, ഒന്നും കൊടുക്കൂല. ഒരാളുടെ നിയ്യത്ത് പിഴച്ചാൽ പരലോകത്ത് ഒരു നസീബും ഉണ്ടാവൂല. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായേൽ 18 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ക്ഷണികമായ ഈ ഐഹിക ജീവിതത്തിലെ നേട്ടമാണ് നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു വേഗം അവർക്ക് നൽകുന്നതാണ്. നമ്മുടെ സ്ഥാനമാണോ, പണമാണോ, മറ്റു വല്ലതുമാണോ, എല്ലാം അള്ളാഹു ഇവിടെ നൽകുന്നതാണ്. പക്ഷെ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണ്? പിന്നീട് അവന് നാം നരകം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആക്ഷേപിക്കപ്പെട്ടവനായും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായും അവൻ അവിടെ കഴിയേണ്ടതാണ്. കാരണം വലിയ ഒരു ഗ്രേറ്റ് ചാൻസ് ദുനിയാവിൽ കിട്ടിയിട്ട് പോയി കിടക്കുന്നത് നരകത്തിലാണെങ്കിൽ അതിനേക്കാൾ വലിയ ആക്ഷേപമായ മറ്റൊന്നുമില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം, അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് അങ്ങേയറ്റം അകറ്റപ്പെട്ടവനായി ഒരു റഹ്മത്തും പ്രതീക്ഷയില്ലാതെ, എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പരലോകമാണെങ്കിൽ ഇത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതാണ്, അമല് കൊണ്ട് ചെയ്യേണ്ടതല്ല. നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതാണ്. ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലെ, കൽബ് മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരമല് ചെയ്യുമ്പോൾ പരലോകം ഉദ്ദേശിക്കുക എന്നത് നമ്മുടെ ലാഹിലുള്ള അമലിനെ നേരെയാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, നിസ്കരിക്കുമ്പോൾ വുളു എടുക്കുന്നു, നിസ്കരിക്കാൻ നിൽക്കുന്നു, കൈകൊട്ടുക, സുജൂദ് ചെയ്യുക, ഇതൊക്കെ ലാഹിറായ അമലാണ്, വളരെ ഈസിയാണ്. പക്ഷെ സമയത്തുള്ള ഹൃദയം മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരാൾ വന്നാൽ പോലും, അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വളരെ നന്നായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പരലോകം ഉദ്ദേശിച്ച് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ നേരെ നോക്കുന്നെന്ന് തോന്നിയപ്പോ പിന്നെ അയാൾ കാണിക്കാൻ വേണ്ടി റുക്കൂവിന് നീളം കൂട്ടി, സുജൂദിനൊന്ന് നീളം കൂട്ടി, ഒരടക്കവും ഒതുക്കവും ഒക്കെ വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് റിയാളാണ്. എത്ര പെട്ടെന്നാണ് മനസ്സ് ചേഞ്ച് ആയത്. നിസ്കാരത്തിൽ ചേഞ്ച് ഒന്നുമില്ല, നിസ്കാരത്തിൽ ഒരു മാറ്റമില്ല, മനസ്സിലാണ് ചേഞ്ച് ആയത്. നല്ല അമല് ബാത്തിലാകുന്ന ഒരു രീതി. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമലില്ലാത്ത ഖൗല് അതുകൊണ്ട് ഉപകാരമില്ല. ഒരാൾ പറയുന്നു,
പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല. ഒരാൾ കൗലുണ്ട്, അമലുണ്ട്, പക്ഷെ നീയത്ത് ശരിയില്ലെങ്കിൽ അപ്പോഴും അത് ഉപകാരമില്ല. പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയം ശരിയല്ലെങ്കിൽ അപ്പോഴും അതുകൊണ്ട് ഉപകാരമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് കളിയോ തമാശയല്ല. ഈ മതം ഒരിക്കലും തമാശയായി കാണാനേ പാടില്ല. ഇതിന്റെ അക്കീദയാവട്ടെ, അമലാകട്ടെ, ഇതിന്റെ നിയത്താകട്ടെ, എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. കാട്ടിക്കൂട്ടൽ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. കൗല് വേണം, അമല വേണം, നിയത്ത് വേണം, സുന്നത്തിനോട് യോജിക്കുകയും വേണം. ഖസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞത് നിയത്ത് എന്താണെന്ന് പഠിക്കണം. അത് മനസ്സിന്റെ ഒരു കരുതലേ അല്ല. അത് മനസ്സിന്റെ ഒരു കരുതലല്ലേ. നമ്മൾ കരുതി നിയത്തിനെ ഒരു മൂലയിൽ അങ്ങ് ഒതുക്കിയിരിക്കുകയാണ്. നമ്മൾ സംസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിയത്ത്, അതിനെ പറ്റി നിയത്തിന് നമുക്കറിയില്ല അല്ലെ. നമ്മള് വിചാരിക്കും ആ നിയത്ത് അങ്ങനെ നമ്മൾ അതിനൊരു ചെറുതാക്കിയിട്ട് ഇതാക്കിയാണ്. അമലിനേക്കാൾ പഠിക്കേണ്ടത് നിയത്താണ്. എപ്പോഴാണ് നിയത്ത് ഇഖ്ലാസ് ഉള്ളതാകുന്നത്? എവിടെയാണ് അതിന് പോരായ്മ വരുന്നത്? എപ്പോഴാണ് നിയത്ത് ഫസാദായി പോകുന്നത്? നിയത്ത് നേരെയാക്കാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ ദിവസവും ഇതിനെപ്പറ്റി പഠിക്കണമെന്നാണ്. കാരണം നമുക്ക് രാവിലെ ഉറങ്ങി എണീറ്റ് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആവശ്യമുള്ള ഒരേ ഒരു കാര്യം നിയത്താണ്. അതുകൊണ്ട് നിയത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ്. നിമിഷങ്ങൾ കൊണ്ടാണ് നിയത്ത് മാറുന്നത് അല്ലെ. 10 ആളെ കാണുമ്പോഴുള്ള നിയത്ത് 1000 ആളെ കാണുമ്പോൾ മാറാൻ പാടില്ല. ആരുമില്ലാത്തപ്പോഴുള്ള നിയത്ത് 10 ആളെ കാണുമ്പോൾ ആരും അറിയാൻ പാടില്ല. രഹസ്യമായിരിക്കുമ്പോഴുള്ള നിയത്ത് പരസ്യമായിരിക്കുമ്പോൾ നിയത്തിൽ നിന്ന് മാറാൻ പാടില്ല. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഒരു നിയത്ത്, വെറുക്കുന്നവരെ കാണുമ്പോൾ മറ്റൊരു നിയത്ത്, ആളുകളുടെ കൂട്ടത്തിൽ ഒരു നിയത്ത്, രഹസ്യമായി മറ്റൊരു നിയത്ത്, ഇങ്ങനെ നിയത്ത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു പണ്ഡിതൻ പറയുന്നു, അമൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അമലിലുള്ള ദീർഘമായ അധ്വാനത്തേക്കാൾ അവർ അധ്വാനിക്കേണ്ട വിഷയം നിയത്തിനെ ഫസാദിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള അധ്വാനമാണ്. ഒരാൾ നിരന്തരമായി നോമ്പ് നോക്കുന്നു, ശരീരം കൊണ്ടുള്ള അധ്വാനമാണ്. നിയത്ത് തെറ്റിയാലോ? ഒരാൾ രാത്രിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു, വലിയ അധ്വാനമാണ്, ദീർഘമായി നിസ്കരിക്കുന്നു. നിയത്ത് തെറ്റിയാലോ? രാവ് പകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്റെ പോക്കറ്റിലുള്ള പണം ചെലവഴിക്കുക എന്ന് വളരെയധികം അധ്വാനമാണ്. പക്ഷെ അത് റിയാവോട് കൂടിയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ എല്ലാം പോകും. അതുകൊണ്ട് തന്നെ നിയത്തിൽ ഫസാദ് വരാതെ നോക്കണം എന്നാണ് ഉലമാക്കൾ പറഞ്ഞ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒരു ഹദീസ് കൂടി പറഞ്ഞ് എവിടെ നിർത്താം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം സാഹിബ് ഉദ്ധരിക്കുന്നു, ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, ഒരാൾ യുദ്ധം ചെയ്യാണ്, 2 നിയത്തുണ്ട്. ഒന്ന്, റഹ്മാനായ റബ്ബ് എനിക്ക് പ്രതിഫലം തരണം, എനിക്ക് പ്രതിഫലം കിട്ടണം, അവിടെ പരലോകമുണ്ട്, നിയത്തിൽ. രണ്ടാമത്തെ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളാണെന്ന് മറ്റുള്ളവർ അറിയുകയും വേണം, ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാനൊരു ധൈര്യശാലിയാണ് എന്നുള്ള ആ ഒരു നിയത്തും അത് എനിക്ക് കിട്ടണം. രണ്ടും കിട്ടണം. ഒരാൾക്ക് 2 കൂടുതൽ നിയത്ത് ഉണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ഒന്നും കിട്ടൂല. പരലോകം ഉദ്ദേശിച്ചിരുന്നു, കൂടെ ദുനിയാവും കൂടി ഉദ്ദേശിച്ചു. അദ്ദേഹം പലതവണ ചോദിച്ചു, നബിയെ, രണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിസായ അമൽ അല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല. ഖാലിസ് എന്ന് പറഞ്ഞ എന്താ? ഖാലിസ് എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധിയാക്കുക എന്നതാണ്. കറകളെല്ലാം ഒഴിവാക്കി ശുദ്ധിയാക്കുന്നതിനാണ് ഖാലിസ എന്ന് പറയുന്നത്. ലബനുൽ ഖാലിസുൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പാല്, അല്ലെ, ഖാലിസ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം. അപ്പോൾ കറകൾ ഇല്ലാത്തതായിരിക്കണം, പൊടിപടലങ്ങൾ ഇല്ലാത്തതായിരിക്കണം, എങ്കിൽ അമലുകളിൽ വേറൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രശംസ എന്നുള്ളത് ഇഖ്ലാസിനെതിരാണ്.
നീ പ്രതിഫലം ആഗ്രഹിച്ചാൽ പോലും അപ്പോൾ നീ നേരത്തെ പറഞ്ഞത് കൂടി ബാത്തിലായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം അത് വിഷമാണ് റിയ. പാൽ എത്രയോ നന്നായിക്കോട്ടെ, വിഷം ചേർന്നാൽ അത് കഴിക്കാൻ പറ്റൂലല്ലേ. അതുപോലെയാണ് റിയ. എന്നതുപോലെ അമലിൽ റിയ വന്നാൽ, ലോകമാന്യത വന്നാൽ, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്നുള്ളത് വന്നാൽ തീർച്ചയായും അത് ബാത്തിലായി പോകുന്നതാണ്. ഈ ദുനിയാവിലെ ഏറ്റവും പ്രധാനമേറിയ വസ്തു എന്താണെന്ന് ചോദിച്ചാൽ അത് ഇഖ്ലാസാണ് ആണെന്ന് പറയും. അതിനേക്കാൾ അമൂല്യമുള്ള മറ്റൊന്നുമില്ല. കാരണം ജബല് പോലെ ഉള്ള അമലും ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഒന്നുമല്ല. എന്നാൽ വളരെ ചെറിയ അമല് പോലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ജബലിനേക്കാൾ പ്രതിഫലം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്കിൽ പിന്നെ ഏറ്റവും മൂല്യമേറിയ ഇഖ്ലാസ് അല്ലാതെ വേറെന്താണ്? ആ ഇഖ്ലാസിനെ തകർക്കാൻ പിശാച് നമ്മുടെ കൂടെ ഉണ്ടാവും. ആർക്കെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവന്റെ കൂട്ടുകാരനായി തീരും. എല്ലാത്തിനുള്ള തൗഫീക്ക് തടഞ്ഞു കളയും. എല്ലാ നന്മകളെയും ഇല്ലാതാക്കും, കളയും. എല്ലാ അർത്ഥത്തിലും നമ്മളെ പരാജിതരാക്കും. എന്നിട്ട് പിശാച് ചിരിക്കും. അങ്ങനെ പിശാചിന് ചിരിക്കാൻ അവസരമുണ്ടാകാതിരിക്കാൻ ഇഖ്ലാസ് ഉള്ളവരാവുക, അള്ളാഹുവിന്റെ ഔലിയാക്കളാവുക. പിശാച് ഏതെങ്കിലും നിലക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടപെടുന്നുണ്ടെന്ന് തോന്നിയാൽ അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ പിശാചിന്റെ അത്തരം ദുർബോധനങ്ങളിൽ നിന്നും വിശ്വാസികളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم على آله وصحبه أجمعين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. السلام عليكم ورحمة الله وبركاته.